Hi, hello everyone. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാരും പറയുന്നതാണ് എനിക്ക് പ്ലെയിൻ പറത്തണം, എനിക്കൊരു പൈലറ്റ് ആവണം എന്ന്. ലേറ്റർ നമ്മൾ വലുതായി വരുമ്പോൾ എന്താണ് പയ്യെ നമ്മളുടെ ഈ ഒരു ആഗ്രഹം കുറഞ്ഞു വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ല അല്ലെ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് വരെ എന്താണ് ഒരു പ്ലെയിൻ ആയിരിക്കും. ഒരു പ്ലെയിൻ പറത്തിയൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുണ്ടാവും. ലേറ്റർ നമ്മൾക്ക് എന്തുകൊണ്ടോ എങ്ങനെ ഒരു പൈലറ്റ് ആവണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്. രണ്ടാമത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു പൈലറ്റ് ആവാനായിട്ട്, കുറേ അധികം ചെലവുണ്ട്. അപ്പം നമ്മൾക്ക് എന്താണ് അത്രയും അധികം എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഡ്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പൈലറ്റ് ആവാൻ പറ്റുക എന്നാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ നമ്മളുടെ ഈ ഡ്രീം, നമ്മൾക്ക് പൈലറ്റ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു പൈലറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പൈലറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ +2 കഴിഞ്ഞ ആളാണ്. ഓക്കെ, +2 കഴിഞ്ഞ ആളാണെങ്കിൽ എന്താണെങ്കിലും +1 +2 സയൻസ് ബാച്ച് പഠിച്ചിരിക്കുന്ന, സയൻസ് സ്ട്രീം എടുത്തിരിക്കുന്ന ആളായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റിന് 60% മാർക്കും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെടുക്കണം. എക്സാം എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്കൊരു പൈലറ്റ് ആവാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്ത് 3 ലൈസൻസുകളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈലറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈയിങ് സ്കൂൾ ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്കൂൾസ്? അപ്പോൾ ഇന്ത്യക്ക് പുറത്തും കുറേ സ്കൂൾസ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്തും ചെയ്യാം. അപ്പോൾ മിസ് ഇന്ത്യയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്കൂൾസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൈയിങ് സ്കൂൾസ് ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് DGCA അക്രഡിറ്റഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമി, അതേപോലെ തന്നെ നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മധ്യപ്രദേശ് ഫ്ലൈയിങ് ക്ലബ്, അതേപോലെ അഹമ്മദാബാദ് ഏവിയേഷൻ ആൻഡ് എയറോനോട്ടിക്സ്, അതേപോലെ ബോംബെ ഫ്ലൈയിങ് ക്ലബ്, പിന്നെ രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമി നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്കൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓരോ ഫ്ലൈയിങ് സ്കൂളിനും അവരുടേതായിട്ടുള്ളൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക. എൻട്രൻസ് ടെസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അല്ലേ. ഒരു പൈലറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്. ക്ലാസ് 2 സർട്ടിഫിക്കറ്റും ക്ലാസ് 1 സർട്ടിഫിക്കറ്റും. അപ്പോൾ ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വേണം. ക്ലാസ് 1 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും മതി. ഓക്കെ, അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ എത്രയാണ് നമ്മളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 വർഷം മുതൽ 3 വർഷം വരെയാണ് നമ്മളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് 3 ലൈസൻസുകൾ കിട്ടണം എന്ന് മിസ് പറഞ്ഞല്ലേ. അപ്പോൾ ആദ്യം നമ്മളുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ്. സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് PPL കിട്ടുക, പേഴ്സണൽ പൈലറ്റ് ലൈസൻസ്. പേഴ്സണൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം 60 hours ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 60 hours ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PPL കിട്ടും. അപ്പം SPLും PPLും കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്, ലൈസൻസ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയാലാണ് നിങ്ങൾക്ക് കാർഗോസും കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സും ഒക്കെ പറത്താൻ പറ്റുള്ളൂ. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം 210 മുതൽ 250 hours ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 3 hours ഫ്ലൈ ചെയ്യുക എന്താണെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണല്ലോ. നിങ്ങൾക്കറിയാം നമ്മളുടെ വണ്ടികൾ പോലെ അല്ല, നമ്മുടെ പ്ലെയിൻ 3 hours ഫ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ അറൗണ്ട് നിങ്ങൾക്കൊരു പൈലറ്റ് ആയിട്ട് വരാനായിട്ട് അറൗണ്ട് എക്സ്പെൻസ് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40 lakhs മുതൽ ഒരു 80 lakhsന്റെ വരെ ചിലവുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എക്സ്പെൻസ് നിങ്ങൾ ഇത്രയും ഒരു എക്സ്പെൻസ് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒബ്വിയസ്ലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ സാലറി വെച്ച് നിങ്ങൾക്ക് അതൊക്കെ റീപ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ഒരു സാലറി ഇല്ല അല്ലെ, ഇത്രയും ഒരു എക്സ്പെൻസ് ഇല്ല, ഇത്രയും ഒരു എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾക്കൊരു കോമൺ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ആളാണ്. ഇത്രയും എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ
നിങ്ങൾക്കൊരു ട്രിക്കുണ്ട്. ട്രിക്കല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് NDA ഉള്ളത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി നിങ്ങൾക്ക് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ്? പൈലറ്റ് ട്രെയിനിങ് കിട്ടും. അപ്പോൾ നമ്മളുടെ NDA എക്സാംസ് വരുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ +2, നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും +2 കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിലും നിങ്ങൾക്ക് എന്താണ്? NDA എക്സാംസ് എഴുതാം. അതുവഴി നിങ്ങൾക്ക് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ്? നിങ്ങൾക്ക് പൈലറ്റ് ട്രെയിനിങ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് CDSE എക്സാംസും AFCAT എക്സാംസും നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് CDSE എക്സാംസും AFCAT എക്സാമും എഴുതിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പൈലറ്റ് ആവണം, നിങ്ങൾക്ക് പറക്കണം എന്നുള്ള ആ സ്വപ്നമുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറക്കണമെങ്കിൽ നിങ്ങൾക്ക് NDA എക്സാംസ് ക്രാക്ക് ചെയ്താൽ മതി. അപ്പോൾ NDA എക്സാംസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എങ്ങനെ പഠിക്കണം എന്ന് ഐഡിയ ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ എക്സാം വിന്നറിന്റെ NDA ബാച്ച് ഉണ്ട്, നമ്മളുടെ ദ്രോണ ബാച്ച്. നമ്മളുടെ ദ്രോണ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ നിങ്ങളെ എന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും. വിത്ത് പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് എന്താണ്? ഈസി ആയിട്ട് NDA എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ്? വിമൻ പൈലറ്റ് എൻട്രി എക്സാം ഉണ്ട്. നിങ്ങൾക്ക് അത് എഴുതിയിട്ട് എന്താണ്? പൈലറ്റ് ആവാൻ പറ്റും. എക്സ്ക്ലൂസീവ്ലി ഫോർ എന്താണ്? നമ്മളുടെ ഗേൾസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളുടെ പൈലറ്റ് എന്നുള്ള സ്വപ്നം അല്ലേ, ആ സ്വപ്നത്തിന് പുറകെ നമ്മൾ പറക്കാൻ പോവാണ്. ഷുവർ ആയിട്ട് നമ്മൾ ആ സ്വപ്നത്തിന് പുറകെ പറക്കും, നമ്മൾ അത് അച്ചീവ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.